സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി? നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് മതി എന്നുള്ള ചിന്തയുമായാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊരു പത്രത്തിന് നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം ഇപ്പോഴുണ്ടോ? എന്താണ്? അല്ല, അവരത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSൻ്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണ കയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടി. എന്തിനാ അങ്ങത്തെ പോയ? എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ഇന്നും ഈ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം മനസ്സിലാവും. സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി? എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. ആര്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് പറയത്തില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. അത് കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിലേക്ക് ഇരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. അദ്ദേഹം പ്രായമായത് സാഹചര്യത്തിൽ ഇതുപോലെ പറയും ആധികാരികതയോടെ. അത് നമ്മളത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യമല്ലേ ഇത്. അതിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെട്ടുണ്ട്. അവർ ചാനലിൽ കൂടെ പറഞ്ഞു അവർ 21-ാം തീയതി കൂടി ആലോചിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം NSSുമായിട്ട് ഈ ആശയപരമായിട്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. NSSും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നും. SNDP NSS അയക്കാം. എന്തോ രാഷ്ട്രീയമോ? ഈ ആശയം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയവും ഇല്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരുമായിട്ടും അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നല്ലോ. പിന്നെ ഇതിനങ്ങനെ ആശയം വന്നത് ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു. SNDPയുമായിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു. സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ എതിർപ്പില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട്